വെൽക്കം ബാക്ക്. എല്ലാവർക്കും itzPSCയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സാമിനേഷൻ ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രൊവിഷണൽ ആൻസർക്ക് കോഡ് എയുടെ വന്നിട്ടുണ്ട്. ബാക്കി BCD ഉള്ള ആൾക്കാർക്കായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക അതിൻ്റെ ആൻസർ കീ നോക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ മാർക്ക് ചെയ്യുക ചെയ്യേണ്ടത് കേട്ടോ. ചെറിയ ചെറിയ ബഹളങ്ങളുണ്ടാവും. ഇന്നലെ ഈ ബഹളം കാരണമാണ് എനിക്ക് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. ഞാൻ ഇന്നലെ തന്നെ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇന്നും ഒന്ന് നോക്കി നിന്ന് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബഹളത്തോടു കൂടി തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പരമാവധി ഞാൻ സൗണ്ട് കൂട്ടിയിട്ട് പറയാം. അപ്പോൾ ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുക എല്ലാവരും. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ആ രീതിയിലാണ് പോകുന്നത്. പിന്നെ എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വർക്ക് ഓഫ് വള്ളത്തോൾ നാരായണ മേനോൻ? ബദിരവിലാപം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വിച്ച് വൺ ഈസ് റോങ്ലി മാച്ച്ഡ്? തെറ്റായി മാർക്ക് ചെയ്തിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അത് ബി, ഉള്ളൂർ എസ് പരമേശ്വർ അയ്യർ വൃത്തമഞ്ജരി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഏതാണ് കറക്റ്റ്ലി മാച്ച്ഡ് ആയിരിക്കുന്നത്? അത് CP അച്യുത മേനോൻ, വിദ്യാ വിനോദിനി. ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഓദർ ഓഫ് പാട്ടബാക്കി? പാട്ടബാക്കി എന്നുള്ള ഇതിൻ്റെ ഓദർ ആരാണ്? K. ദാമോദരൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വിച്ച് ഈസ് കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ്സ്? ഇതൊക്കെ ശരിക്കും ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്, കാരണം ഇതിൻ്റെ ഒന്നും വർഷം അറിയില്ല അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈം എന്തായാലും ഒത്തിരി പോവും. ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1, 3, 4, 2 ആണ്. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ദ പ്രോഗ്രസീവ് ഇൻ്റലക്ച്വൽസ് ലൈക്ക് കേസരി ബാലകൃഷ്ണ പിള്ള ഹാഡ് സപ്പോർട്ടഡ് ദ അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ്. ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. 1, 3, 4. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ റോങ്ലി മാച്ച്ഡ് പെയർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. TK മാധവൻ, ശിവയോഗ വിലാസം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് നോട്ട് കറക്റ്റ്? എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ടുക്ക് ദി ഇനീഷ്യേറ്റീവ് ഓഫ് സ്പ്രെഡിങ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ട്രാവൻകൂർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ ബുക്ക് കേരള സിംഹം ഈസ് റിട്ടൺ ബൈ. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കേരള സിംഹം ആരെഴുതിയത്? KM പണിക്കർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദ സ്ലോഗൻ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഈസ് റിലേറ്റഡ് ടു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുള്ള സ്ലോഗൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പുന്നപ്ര വയലാർ സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 10D ആണ് കറക്റ്റ് ആൻസർ. 11ാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? അല്ല ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. 11ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 1, 3, 4. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് വിത്ത് റെഫറൻസ് ടു ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ, അതായത് ആമുഖമായിട്ട് ബന്ധപ്പെട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. 12D. ഓൾ ഓഫ് ദ എബവ്, എല്ലാം ശരിയാണ് കേട്ടോ. 13. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമൺ ഫീച്ചർ ഓഫ് ഫെഡറലിസം ഇൻ USA ആൻഡ് ഇന്ത്യ? 13C. 2 sets of judicial organization. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഹാസ് ബീൻ പ്ലേസ്ഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ? ഇത് 86th അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ April 1 മറ്റോ ആണ് അതിൻ്റെ ഡേറ്റ് വരുന്നത്. 15. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് 4A ആണ് വരിക. അപ്പോൾ അതിൽ വരുന്ന ആർട്ടിക്കിൾ ഒന്നേ ഉള്ളൂ, അത് ആർട്ടിക്കിൾ 51A ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദ ക്വാഡ് ഗ്രൂപ്പ്? ക്വാഡ് ഗ്രൂപ്പിൽ പെടാത്ത 4 ഉണ്ട്, അതിൽ പെടാത്തത് ഫ്രാൻസ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വിച്ച് 5-year പ്ലാൻ ലിങ്ക്ഡ് ICDS ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് ടു അംഗൻവാടി സെൻറ്റേഴ്സ്? ഏത് 5-year പ്ലാനിലാണ് ICDSനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? 10th 5-year പ്ലാനിലാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഹു ഇസ് ദ 29th ചീഫ് ഓഫ് ദ ഇന്ത്യൻ ആർമി? ഇന്ത്യൻ ആർമിയുടെ 29ാമത്തെ ചീഫ് ആരാണ്?
18 സി ആണ്, മനോജ് പാണ്ഡെ. വെന്യൂ ഓഫ് ദ 14th ബ്രിക്സ് സമ്മിറ്റ് 2022. 19 ഡി ബെയ്ജിങ് ആണ്. ബ്രിക്സിൻ്റെ പിന്നെ വെന്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ ഏറ്റവും ആദ്യം നടന്നിട്ടുള്ളത് ബിയിലായിരിക്കും, അത് കഴിഞ്ഞ് പിന്നെ ആറിലായിരിക്കും. ഈ BRICS ഓരോന്നും ഓരോ രാജ്യമാണ്. ആ രാജ്യം അറിഞ്ഞു കഴിഞ്ഞാൽ അതിലേതെങ്കിലും സ്ഥലങ്ങളാണെന്നുള്ളത് നമ്മൾക്ക് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് എക്സാം വരുന്നത് ഈ 2020 എപ്പോഴാണ് നടന്നുള്ളത് നോക്കുക. അപ്പോൾ അതിന് ശേഷമുള്ള ഇപ്പോൾ ഏതിലാണ് നടന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തൊട്ടടുത്തുള്ള ലെറ്റേഴ്സ് മാത്രം പിന്നെ ശ്രദ്ധിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കോഡൊക്കെ വെച്ചിട്ടത് നോക്കേണ്ടതായിട്ട് വരും ബാക്കിയുള്ള ആളുകൾ കേട്ടോ, ജനറൽ PSCക്ക് നോക്കുന്ന ആൾക്കാർ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ദ ഫസ്റ്റ് വിമൻ ക്രിക്കറ്റർ ടു അപ്പിയർ ഇൻ 6 ക്രിക്കറ്റ് വേൾഡ് കപ്സ്. ആരാണത്? മിതാലി രാജാണ്. പേപ്പറിലൊക്കെ വലിയ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഈ 20 മാർക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷണലാണ്. ഈ 20 മാർക്കും എന്തായാലും എല്ലാവർക്കും കിട്ടാനൊന്നും പോകുന്നില്ല. ഇതിലെന്തായാലും ഒരു 10 മിനിമം കിട്ടാതിരിക്കില്ല. ഇതിലിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ വന്നതുകൊണ്ട് അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കാം. അത് നെഗറ്റീവ്സ് ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ മിനിമം ഒരു 10-12 മാർക്കൊക്കെ ഇതിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അതെങ്കിലും സ്കോർ ചെയ്യണം. പിന്നെ ഇതിൽ നല്ല മാർക്ക്, അതായത് ഈ പറയുന്ന ജനറൽ PSC എന്നുള്ള ഭാഗത്തു നിന്ന് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരികയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ഭാഗങ്ങളൊന്നും അങ്ങനെ ടെക്നിക്കൽ പഠിക്കുന്ന ആൾക്കാർ നോക്കാത്ത ഭാഗങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. 88 to 108 MHz ഫ്രീക്വൻസി റേഞ്ച് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ്. ഏതിനാണ് ഈ ഒരു ഫ്രീക്വൻസി റേഞ്ച് ഉള്ളത്? ഓപ്ഷൻ സി ആണ്, ഫ്രീക്വൻസി മോഡുലേഷൻ, FM-നാണ്. ലൈൻ ഓഫ് സെറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസസ്. ലൈൻ ഓഫ് സെറ്റ് കമ്മ്യൂണിക്കേഷൻ പറയുന്നത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി, സ്പേസ് വേവിലാണ് യൂസ് ചെയ്യുന്നത്. 100% മോഡുലേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ AM വെൻ. എപ്പോഴാണ് 100% മോഡുലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുക? അത് ആ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ ഒരു ഫോമുല ഓർത്താൽ തന്നെ നമുക്കറിയാം അല്ലേ. എന്തായിരിക്കണം? കരിയർ ആംപ്ലിറ്റ്യൂഡും സിഗ്നൽ ആംപ്ലിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കണം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 24. In super heterodyne broadcast receiver, the frequency of local oscillator. Super heterodyne broadcast receiverലെ frequency of local oscillator എന്ന് പറയുന്നത് ഹയർ ദാൻ ദ ഇൻകമിങ് സിഗ്നൽ ആയിരിക്കും കേട്ടോ. ഫ്രീക്വൻസി അറിയാമല്ലോ നമുക്ക്, അവിടെ ലോക്കൽ ഓസിലേറ്ററിലാണ് ഹൈ ഫ്രീക്വൻസി ആയിരിക്കും, ഹയർ ദാൻ ദ ഇൻകമിങ് സിഗ്നൽ. ഇൻ ഫ്രീക്വൻസി മോഡുലേഷൻ ഇതെല്ലാം കറക്റ്റാണ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കരിയർ റിമെയിൻസ് സെയിം ആയിരിക്കും അല്ലേ. അവിടെ ഫ്രീക്വൻസി ആണല്ലോ മാറുന്നത്. ഫ്രീക്വൻസി ഓഫ് ദ കരിയർ വേരീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. ദ നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ആർ ഇൻഫിനിറ്റ്. ഈ സംഭവങ്ങൾ എല്ലാ ഓപ്ഷനും വായിക്കേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രം നമുക്കിത് ഈ ഓളൊന്നും ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം നോക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ട്രേഡ്സ്മാനും കുറച്ച് നമ്മൾ വട്ടം തിരിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. 26. In AM transmission, the frequency which is not transmitted is. AM transmissionൽ the frequency transmit ചെയ്യാത്ത അതെങ്ങനെയാണ്? 26 ഡി ഓഡിയോ ഫ്രീക്വൻസിയാണ് കേട്ടോ. പ്രീ എംഫസിസ് സർക്യൂട്ട് ഈസ് പ്ലേസ്. പ്രീ എംഫസിസ്, പ്രീ പറയുമ്പോൾ മുമ്പാണ് അല്ലേ. അപ്പോൾ ബിഫോർ മോഡുലേഷൻ സർക്യൂട്ട്, ബി ആണ് ആൻസർ കേട്ടോ. 28 ഡിമോഡുലേഷൻ ഒക്കർ ഇൻ. ഏതിലാണ് ഡിമോഡുലേഷൻ ഒക്കർ ചെയ്യുക? റിസീവർ സൈഡിലാണ് അല്ലേ. അപ്പോൾ റേഡിയോ റിസീവർ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് ഇൻ FM ദ ഔട്ട്പുട്ട് നോയ്സ് ക്യാൻ ബി ഫർദർ ഡിക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് ഫ്രീക്വൻസി ഡീവിയേഷൻ കേട്ടോ. FM-ൽ ഔട്ട്പുട്ട് നോയ്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡീവിയേഷൻ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 30ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ടെലിവിഷൻ ദ ആസ്പെക്ട് റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് റാസ്റ്റർ വിഡ്ത്ത് ടു ഹൈറ്റ്. അതെല്ലാവർക്കും അറിയാം. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആൻറ്റിന ടൈപ്പ് വിത്ത് TV റിസീവർ എന്ന് പറയുന്നത് ഏതാണ്? പഴയ കാലത്തൊക്കെ കണ്ടിട്ടില്ലേ അല്ലേ. നമ്മൾ ആ ഒരു ആൻറ്റിന പഠിക്കുമ്പോൾ തന്നെ ആദ്യം അതായിരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടാവുക അല്ലേ. ഓപ്ഷൻ എ, യാഗി ആൻറ്റിന. ഇൻ കേസ് ഓഫ് ഇന്ത്യൻ TV സിസ്റ്റം ദ ഡിഫറൻസ് ബിറ്റ്വീൻ വീഡിയോ IF ആൻഡ് സൗണ്ട് IF എന്ന് പറയുന്നത് എത്രയാണ്? അത് 5.5 MHz. ഇതും പ്രീവിയസ് ആണ് കേട്ടോ. ഇൻ ടെലിവിഷൻ വീഡിയോ ട്രാൻസ്മിറ്റർ ദ ടൈപ്പ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ യൂസ്ഡ്. അതേതാണ്? ഇത് നമുക്ക് അറിയാവുന്നതാണല്ലോ. ഓപ്ഷൻ സി, VSB വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് ആണ്. ദ ഷാഡോ മാസ്ക് ഇൻ കളർ പിക്ചർ ട്യൂബ് ഈസ് യൂസ്ഡ്. എന്തിനാണ് കളർ പിക്ചർ ട്യൂബിൽ ഷാഡോ മാസ്ക് നമ്മൾ യൂസ് ചെയ്യണം? ടു എൻഷുർ ദാറ്റ് ഈച്ച് പ്രൈമറി കളർ ബീംസ് ഹിറ്റ്സ് ഓൺലി
ഇറ്റ്സ് ഓൺ ഡോട്ട്സ്. ഓരോ പ്രൈമറി കളറും ആ ഡോട്ട് തന്നെയാണ് കറക്റ്റായിട്ട് പോകുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാഡോ മാസ്ക് യൂസ് ചെയ്യുന്ന. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദ കളർ ടി വി സിസ്റ്റം അഡോപ്റ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഇന്ത്യയിൽ ധാരാളം പാലുണ്ടെന്ന് പഠിച്ചാൽ മതി അല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. PAL സിസ്റ്റം. 36. ബലൂൺ ഇൻ എ TV റിസീവർ ഈസ് ലൊക്കേറ്റഡ്. ബാലൺ എന്ന് പറയുന്ന സാധനം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി, ബിറ്റ്വീൻ ഫീഡർ ആൻഡ് റിസീവറിലാണ് ബാലൺ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കളർ TV റിസീവർ കളർ കില്ലർ സർക്യൂട്ട് എന്ന് പറയുന്നത് കട്ട്സ് ഓഫ് ദ ക്രോമ സ്റ്റേജ് ഡ്യൂറിങ് മോണോക്രോം ട്രാൻസ്മിഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 38. ഇൻ്റർലേസിംഗ് ഈസ് യൂസ്ഡ് ഇൻ TV ഫ്രെയിംസ് ടു. ഇൻ്റർലേസിംഗ് എന്ന് പറയുന്നത് TV ഫ്രെയിംസിന് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു അവോയ്ഡ് ഫ്ലിക്കർ. In RGB color model used in TV, complementary color of green is. Option D, magenta. അടുത്ത ക്വസ്റ്റ്യൻ 40. A degaussing coil in color television is used for. 40. B, demagnetizing color picture tube. 41. Which of the phenomenon caused when radio waves travel in two or more paths during propagation and produce slowly changing phase differences between signals at the receiving end? 41. എല്ലാ തവണയും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ എല്ലാ എക്സാമും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫേഡിങ് കേട്ടോ. The region between the far end of ground waves received to the nearest point where the sky waves returns to earth is called as skip zone. Option C ആണ് കറക്റ്റ് ആൻസർ. 43. The mechanism that causes the electromagnetic waves to return back to earth by any one of layers of ionosphere is. 43. B, only refraction. അടുത്തത്, 60% of modulation is given to the carrier of an AM signal that has power of 1000 watts. Calculate the power in lower sideband. 44. ആ ഇക്വേഷനൊക്കെ വെച്ച് ചെയ്യേണ്ടതാണ്. 44 C, 90 വാട്ടാണ്. The major advantage of frequency modulation over amplitude modulation എന്ന് പറയുന്നത് റിസപ്ഷൻ ഈസ് ലെസ് നോയ്സി എന്നുള്ളത് തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 46. ഫേസ് ലോക്ക് ലൂപ്പ് ക്യാൻ ബി യൂസ്ഡ് ആസ്. 46 ബി, FM demodulator. 47. Calculate the dissipated power of a 91% efficient antenna if the transmitted power is 15.4 watt. 47 B, 1.38 watt. Due to smaller dimensions of helix compared to wavelength, which mode of radiations occur in helical antenna? ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ. അത് 48 എന്ന് പറയുന്നത് സി, നോർമൽ. 49. An antenna has 40 ohm antenna resistance and 60 ohm radiation resistance. Calculate the efficiency of antenna. ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 49 ബി, 60%. 50. A pulse amplitude modulation signal can be detected by using. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ. ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാന്നുള്ളത്. അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഏലിയാസിങ് ടേക്സ് പ്ലേസ്. ഏലിയാസിങ് എപ്പോഴാണ് നടക്കുക? സാമ്പിളിംഗ് ഫ്രീക്വൻസി ലെസ് ദാൻ ഐക്യുസ്ട്രേറ്റ് ആകുമ്പോഴാണ് എന്ത് നടക്കുക? ഏലിയാസിങ് നടക്കുക. ഓപ്ഷൻ എ ആണ് 51ൻ്റെ ആൻസർ. 52. If the synchronization between the transmitter and receiver falls, which of the following pulse systems would be affected? synchronization എന്ന് പറയുന്നത് പോയാൽ ഏതിനെയാണ് അത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക? PPMനെയാണ് അഫക്റ്റ് ചെയ്യുക. അവിടെ സിങ്ക്രണൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ PPMന്. If the radius of the split cell is 50% of the radius of the original cell, the coverage area of the split cell is dash the coverage area of the original cell. 53 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 1/4 ആണ് കേട്ടോ. സി, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 54. Which among the following is the decentralized hand of protocol and distributes the hand of decision process? Option B, mobile assisted handoff. The output of the vertical amplifier applied to the yoke in a TV receiver consists of. 55 DA sawtooth current. അടുത്ത ക്വസ്റ്റ്യൻ 56. Which among the following optical devices allows light to pass through them in only one direction? 56 C, optical isolator.
57 in voltage source inverters, the amplitude of the output voltage is 57 A, independent of the load. 58 what is the measured unit of UPS output rating? 58 C, volt ampere. 59 which among the following is the application of ICT for delivering government services to citizens with quality and transparency? ഇത് കേരള പി എസിൻ്റെ സ്വന്തം ചോദ്യമാണ്. ഇ ഗവേണൻസ് കേട്ടോ, അത് വെച്ചിട്ട് എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 60 നെയിം ദ അതോറിറ്റി കോമ്പീറ്റൻറ്റ് ടു ഇഷ്യൂ ലൈസൻസ് ടു പൊസസ് വയർലെസ് ടെലഗ്രാഫി അപ്പാരറ്റസ് ഇൻ ഇന്ത്യ. 60 എ, ടെലഗ്രാഫ് അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ഇന്ത്യൻ ടെലഗ്രാഫ് ആക്ട് 1885. 61 if two lamps of 100 watt and 40 watt are connected in parallel across a 220 volt AC supply ആണെന്നുണ്ടെങ്കിൽ 61 സി, 100 watt lamp gives more light. 62 during continuity test a dead shot in an installation indicated in a measure by dash reading. 62 A, 0 reading. 63 how many free electrons will move through a conductor for 1 ampere current in 1 second? 6.24 അല്ലെങ്കിൽ 5 into 10 raised to 18 ആണ് കേട്ടോ. അത് 6.28 വരാം, അങ്ങനെ എല്ലാം കാണുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 64 ഇത് പവർ ഡിസിപ്പേഷൻ ഇൻ എ പ്യുവർ ഇൻഡക്ടർ എന്ന് പറയുന്നതിൻ്റെ പവർ ഡിസിപ്പേഷൻ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. എ. 64 എ ആണ്. 65 if a choke is not connected to an AC tube circuit then the tube is 65 B, will get fused. 66 at very high frequencies the parallel RL circuit behaves as 66 D, 2 only, pure resistive circuit ആവും. 67 in delta connected load if one resistor is removed the power will become 67 D, 2/3. The form factor is a ratio of RMS to average. Option C ആണ് കറക്റ്റ് ആൻസർ. 68. 69 low retentivity materials are suitable for making temporary magnets. Option D ആണ് കറക്റ്റ് ആൻസർ. 69 D. 70 the relative permeability of a magnetic material depends on A, 2 only, type of material. Relative permeability type of material മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. 71 a material slightly repelled by the magnet are called. 71 D, diamagnetic material. 72 the process of magnetizing steel is difficult because 72 B, it has low permeability. 73 the transformer oil used in transformer provides. 73 B, both 1 and 4, cooling and insulation and cooling. Which of the following is incorrect? 74 D ആണ്. 2ഉം 3ഉം ഇൻകറക്റ്റ് ആണ് കേട്ടോ. 75 lead sheath wiring should not be installed near alkaline nature places. A, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 75 എ ആണ് കേട്ടോ. 76 the winding used for neutralizing the cross magnetizing effect in DC generator is compensating winding. C, 76 C. 77 the pole flux of a DC generator reduced due to C, demagnetizing effect of armature reaction. 78 the power factor of a squirrel cage induction motor is B, low at light load only. 79 for the measurement of slip in 3-phase induction motor by stroboscopic method the number of white and black segment is. 79 A, both are equal. The causes for producing sparking at the brushes in a DC machine is. 80 B, 1, 3, 4 are correct. 81 second generation computers are made of. 81 C, transistors. അത് ഒരു കോഡ് ഉണ്ട്. VTI V വാക്യൂം ട്യൂബ്, T ട്രാൻസിസ്റ്റർ, IC ചിപ്പ്, M എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സർ, A പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അങ്ങനെ ഒരു കോഡ് ഉണ്ട് കേട്ടോ അതിന്. 82 ചൂസ് ഓഡ് വൺ ഔട്ട്. 82 B, ഡിജിറ്റൽ കമ്പ്യൂട്ടർ.
83 രജിസ്റ്റർ ദാറ്റ് കീപ്സ് ട്രാക്ക് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. ഇതും നമ്മുടെ സ്ഥിരം ചോദ്യമാണ്. പ്രോഗ്രാം കൺട്രോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ടു സ്കാൻ ദ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ടെക്സ്റ്റ്. 84 എ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ OCR. 85 എൻഹാൻസ്ഡ് ഗ്രാഫിക്സ് അഡാപ്റ്റർ ഡിസ്പ്ലേ ഹാസ് എ റെസൊല്യൂഷൻ ഓഫ് 85 ബി 640/350. LCD സ്റ്റാൻഡ്സ് ഫോർ അറിയുന്നതാണ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ഓപ്ഷൻ ഡി ആണ്. പ്രിൻ്റർ വിച്ച് ഫോളോ CMYK കളർ പ്രോസസ്സ് എന്ന് പറയുന്നത് ഏത് പ്രിൻ്ററാണ്? 87 ഇങ്ക് ജെറ്റ് പ്രിൻ്ററാണ്. ഫാസ്റ്റസ്റ്റ് മെമ്മറി ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ക്യാഷ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് വരുമ്പോൾ അത് ഏത് തന്നെയാണ്? DVD തന്നെയാണ്. CD ഉണ്ടെങ്കിൽ CD നമുക്ക് എടുക്കാം. ലേറ്റസ്റ്റ് ഇൻ്റൽ കോർ പ്രോസസ്സർ ഏതാണ്? അത് ഒരു കറണ്ട് അഫെയർ. 90 കോർ i9 അല്ലേ. 91 കോർ ഓഫ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് 91A കെർണൽ. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? പാസ്കൽ ആയിരിക്കും അല്ലേ. 92 ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ബാക്കിയുള്ളതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ ഓഫ് MS Office? 93D DOS. Combine name and address with standard document is called 94A mail merge. Shortcut to select entire document എന്ന് പറയുന്നത് 95C control A ആണ് അല്ലേ. DHCP server provides dash to the client. 96B IP address. Which of the protocol used in transport layer of TCP/IP model? 97 CUDP. Hardware address is known as physical address. Option A ആണ് കറക്റ്റ് ആൻസർ. 98. 99 വിച്ച് ഓഫ് ദ ഫോളോയിങ് അലോസ് യൂസർ ടു വ്യൂ എ വെബ് പേജ്. വെബ് പേജ് കാണണമെങ്കിൽ എന്താ വേണ്ടത്? അറിയാം, ഇൻ്റർനെറ്റ് ബ്രൗസർ വേണം. ഡി ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 100 domain name converted into IP address with the help of 100C DNS. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ഫൈനൽ ആൻസർക്ക് അല്ല പ്രൊവിഷണൽ ആൻസർക്ക്. ഫൈനൽ ആൻസർക്ക് ഇനി നിങ്ങളതിൻ്റെ മിസ്റ്റേക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ ഫൈനൽ ആൻസർക്ക് വരും. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ അത് വന്നിട്ടുണ്ടാവും. അപ്പോൾ മിസ്റ്റേക്കുകൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ പരാതി നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണോ? ഏക്കാരല്ലാത്ത ആൾക്കാർക്ക് കുറച്ചുകൂടി യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് വേഗം കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ മാർക്ക് എത്തേണ്ട താഴെ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.